നമസ്കാരം. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 6 മണിക്കൂർ പിന്നിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു കുറിപ്പാണ്. നടൻ സിദ്ദീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റിന് ഇതുവരെ ഈ 6 മണിക്കൂർ പിന്നിടുമ്പോൾ 90,000 ലൈക്ക് വന്നിട്ടുണ്ട്, 14,800 കമന്റ്സ് വന്നിട്ടുണ്ട്, 10,000-നും മേലെ ഷെയറും വന്നിട്ടുണ്ട്. അതായത് 6 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇത് വി.ഡി. സതീശൻ എന്ന കേരളത്തിലെ യു.ഡി.എഫിനെ വിജയിപ്പിക്കാൻ, യു.ഡി.എഫിന് ഇത്രയും വലിയ ഒരു മുന്നേറ്റം ആത്മവിശ്വാസത്തോടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് ഉണ്ടാക്കി കൊടുത്ത 100-ലധികം സീറ്റോടുകൂടി ഭരണത്തിലേറാൻ, അതായത് 10 വർഷത്തെ ജനവിരുദ്ധ ഭരണത്തിന് അടിയറയിടാൻ നേതൃത്വം കൊടുത്ത വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റാരെങ്കിലും ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയാൽ വലിയ തിരിച്ചടിയായിരിക്കും ലഭിക്കുക എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നടൻ സിദ്ദീഖ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉന്നതതല നേതാക്കളോട് ഒരു വാക്ക്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ലഭിച്ച തിളക്കമാർന്ന വിജയത്തിൽ അകമഴിഞ്ഞ് സന്തോഷിക്കുമ്പോഴും ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും അല്പം ബേജാറിലാണ്. ശ്രീ പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളോടും ഉള്ള എതിർപ്പാണ് കോൺഗ്രസ് ഇത്തവണ നേടിയ വിജയത്തിന്റെ പ്രധാന കാരണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ നയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവ് ഉണ്ടെന്ന ഉറച്ച ഒരു വിശ്വാസം കൂടെ ഈ വിജയത്തിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റിൽ വിജയിച്ചു യു.ഡി.എഫ് അധികാരത്തിൽ വരും, ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ ഒരേ ഒരു നേതാവ്, ഒരു സാമുദായിക നേതാക്കളുടെയും തിണ്ണ നിരങ്ങാത്ത, ഒരാളുടെയും ഭീഷണിക്ക് വഴങ്ങാത്ത ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു നേതാവ്, അദ്ദേഹമായിരിക്കും ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും. ആ വിശ്വാസം തകർക്കരുത്. അധികാര വടംവലിക്കിടയിൽ ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടിയും മറ്റൊരാൾ ആ പദവിയിലേക്ക് വരരുത്. ഞങ്ങൾ സഹിക്കില്ല, പൊറുക്കില്ല. എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല. വി.ഡി. സതീശൻ എന്ന ഒരേ ഒരു നേതാവിനെ അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലും മുഖ്യമന്ത്രിയായി സങ്കല്പിക്കാൻ ഞങ്ങൾക്കാവില്ല. കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ നേതാക്കളുടെ അഭിപ്രായം മാത്രം കണക്കിലെടുക്കാതെ ജനങ്ങളുടെ ആഗ്രഹം കൂടി മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ തിരിച്ചടി നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഓർമ്മ വച്ച നാൾ മുതൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കൊപ്പം നിന്ന കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സാധാരണക്കാരന്റെ കൈകൂപ്പിയുള്ള അപേക്ഷയാണ് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ഒരേ ഒരു പേര് മാത്രം, വി.ഡി. സതീശൻ എന്ന ജനനായകന്റെ പേര്. നല്ലത് വരട്ടെ, നല്ലതേ വരാവൂ, സിദ്ദീഖ്. ഇത് നടൻ സിദ്ദീഖിന്റെ അഭിപ്രായം മാത്രമല്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമായി വന്ന സമയത്ത് വി.ഡി. സതീശനെതിരെ വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്ന ഒരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഈ പിണറായിസത്തിനെതിരെ അല്ലെങ്കിൽ ഈ ജനവിരുദ്ധ ഭരണത്തിനെതിരെ നിലകൊണ്ട നിലപാടുകൾ എത്തിയപ്പോൾ ഒരല്പം അയഞ്ഞു വരുന്നത് നമ്മൾ കണ്ടു. പിന്നീട് വി.ഡി. സതീശന്റെ പിന്തുണ, അദ്ദേഹം പറഞ്ഞതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ശരികളുണ്ട് എന്ന് മനസ്സിലാക്കിയ ചിലരൊക്കെ പിന്നീട് മുന്നോട്ട് വരുന്നത് കണ്ടു. ഇപ്പോഴും അദ്ദേഹത്തെ എതിർക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇവിടുത്തെ ജനപക്ഷം, ഭൂരിപക്ഷം വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ സമയം മുതൽ അല്ല, തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്ന് ബോധ്യമായ ആ സമയം മുതൽ അദ്ദേഹം വലിയ ഒരു ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ കേരള ജനത അതല്ലെങ്കിൽ 10 വർഷം ഭരിച്ച ഭരണകൂടം ഞെട്ടുന്ന വിധത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ അടുത്ത ഗവൺമെന്റായി അധികാരത്തിലേറണം എന്ന് ലക്ഷ്യം വെച്ച് പുലർത്തിയിരുന്നു. അത് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം അണികൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് വേണം ഇപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോകളും വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് വി.ഡി. സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് അദ്ദേഹമാണ് കോൺഫിഡൻസോട് പറഞ്ഞത് 100+ സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന്. എത്ര സീറ്റ് കിട്ടുമെന്നാണ് വി.ഡിയുടെ ഒരു പ്രതീക്ഷ? 5 വർഷം പ്രതിപക്ഷത്തെ നയിച്ച ഒരു അനുഭവ സമ്പത്തിൽ 100-ലധികം സീറ്റ് കിട്ടുമെന്ന് 110 പിണറായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് പറഞ്ഞോട്ടെ, അത് അദ്ദേഹത്തിന് പറയാൻ. അദ്ദേഹത്തിന് ഞാൻ 100 എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് 90 എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ, വോട്ട് പെട്ടിയിലായതിനു ശേഷം ഇത്ര ഉറച്ച് സംസാരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടിയിലാക്കാൻ നേരം ഈ ഒരു നിലപാടെടുക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ ആത്മവിശ്വാസം പോരാ. ഉറപ്പായി പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും, എന്നെ കൊണ്ട് ആർക്കും ഒരു ഗുണമില്ലല്ലോ എന്നാണ്.
തോറ്റാൽ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഞാൻ രാഷ്ട്രീയ വനവാസത്തിലും അതെൻ്റെ തീരുമാനമാണ്. ഞാൻ ചെയ്യും, അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചെയ്യുമെന്ന്. ഇത്രയും വലിയൊരു ഫലം വരുമെന്ന് കേരളത്തിലെ മറ്റ് ഏത് UDF നേതാവാണ് പറഞ്ഞിട്ടുള്ളത്? ആരും പറഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് ഈ UDF മന്ത്രിസഭ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി കസേരയിൽ VD സതീശൻ തന്നെ വേണം എന്ന് സിദ്ദീഖിനെ പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ അവരിൽ തെറ്റു പറയാൻ പറ്റില്ല. അത് അവരുടെ ആഗ്രഹമാണ്. കാരണം ആ നേതാവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ നേതാവ് തങ്ങളുടെ കൂടെ ഉണ്ടാകും, ആർക്കും വശംവദനാകാതെ ആർക്കും അടിമയാകാതെ തുടർന്നുള്ള 5 വർഷം ഈ കേരളത്തെ കാത്തുകൊള്ളും എന്നുള്ള അവരുടെ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തെ തള്ളിപ്പറയാൻ ആർക്കും കഴിഞ്ഞോളുന്നില്ല. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ സിദ്ദീഖിന്റെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. സിദ്ദീഖ് മാത്രമല്ല, പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള പലരും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ ഈ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് വെറും 6 മണിക്കൂർ കൊണ്ട് കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ 14,800 കമന്റുകളും 10,000 ഷെയറും 90,000 പരം ലൈക്കുകളും ആ പോസ്റ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്ക് മാത്രം ഉപയോഗിക്കുന്നവരുടെ അവസ്ഥയാണ്. എന്നാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ബഹുഭൂരിപക്ഷം സാധാരണക്കാരുണ്ട്. ആ സാധാരണക്കാരുടെ മനസ്സിലും ഇത്തരത്തിലുള്ള ചിന്തകളുണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഭരണമാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും അധികം പ്രയത്നിച്ചതും ഏറ്റവും അധികം ചുക്കാൻ പിടിച്ചതും അതിൽ വിജയിച്ചതും ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചതും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായതും VD സതീശൻ എന്നതുകൊണ്ട് VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത് എന്ന് സിദ്ദീഖിനെ പോലെയുള്ളവരും മറ്റുള്ളവരും ആവശ്യപ്പെട്ടാൽ ആ നീക്കത്തെ, അതായത് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വേണം നേതൃത്വം കൊടുക്കാൻ. അല്ലാതെ നേതൃത്വം എന്തെങ്കിലും തീരുമാനിക്കുന്നത് ജനങ്ങളുടെ മണ്ടയിലെടുത്ത് വെച്ച് കൊടുക്കലല്ല. ഇനി ജനങ്ങളുടെ വാക്ക് കേൾക്കാതെ നേതൃത്വം മറ്റെന്തെങ്കിലും തീരുമാനിച്ചുകൊണ്ട് മറ്റേതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിച്ചാൽ, ആ കസേരയിൽ മറ്റാരെങ്കിലും കയറ്റി ഇരുത്തിയാൽ ജനവിരുദ്ധനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരിക്കും ആ കസേരയിൽ ഇരിക്കുന്നത്. അതിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുകൂടി സിദ്ദീഖ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. Different angles. Don't forget to subscribe and support this channel.